I am going to share exam strategy for your law paper. Okay. So law paper എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ 2 നമുക്ക് ഗ്രൂപ്പ് 1-ലാണ് വരുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റ് നമുക്കതിൻ്റെ ABC അനാലിസിസ് പറയാം. ഓക്കെ. സോ ഫസ്റ്റ് എ കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ദി ഡിവിഡൻഡ്, ദെൻ അക്കൗണ്ട്സ് ഓഫ് ദി കമ്പനി, ദെൻ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, then company incorporated outside India, then Foreign Exchange Management Act, then LLP. So these chapters will cover minimum 45 marks. നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ 45 മാർക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. ദ നെക്സ്റ്റ് ബി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, സോ ബി കാറ്റഗറി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്, ദ നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് ദി ചാർജസ്, ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ദ നെക്സ്റ്റ് ജനറൽ ക്ലോസ് ആക്ട്, then interpretation of the statute. So this bucket of chapters cover 40 marks. Okay, minimum 40 marks. So why I include management and administration in B part? So management and administration part എന്ന് പറഞ്ഞാൽ നമുക്കൊരു the entire chapter is not important. Okay, so it's a huge chapter. നമുക്കറിയാം predominantly it's a huge chapter. സോ ലെങ്തി ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ദ എൻറ്റയർ ചാപ്റ്റർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ദ എൻറ്റയർ കോൺസെപ്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ഫ്യൂ ടോപ്പിക്സ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേവറേറ്റ്. സോ ഫ്രീക്വൻ്റ്ലി എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അതായത് ഇപ്പം മീറ്റിംഗ്സ്, അതുപോലെ തന്നെ കൈൻഡ് ഓഫ് മീറ്റിംഗ്സ്, ദെൻ വോട്ടിംഗ്, പ്രോക്സി, ദെൻ ഇതുപോലെയുള്ള ചില ടേംസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിന് AGM, EGM. സോ അതുപോലെയുള്ള ചില ടോപ്പിക്സ്, ദ ഫ്യൂ ടോപ്പിക്സ് എന്താണ് ഒന്ന് പ്രോപ്പർലി റിവൈസ് ചെയ്യാം. ഓക്കെ. ദെൻ നമുക്ക് ജനറൽ ക്ലോസ് ആക്ട് ആവുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്. വൈ ഐ ഇൻക്ലൂഡ് ഇൻ ബി പാർട്ട്? സോ ജനറൽ ക്ലോസ് ആക്ട് അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 100% നമുക്ക് ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ 100% ആണ്. സോ ജനറൽ ക്ലോസ് ആക്ടിലും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിലും നമുക്ക് 100% നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ബട്ട് കമ്പാരിറ്റീവ്ലി ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ദി ചാർജസ് ഒക്കെ നമുക്ക് ഇറ്റ്സ് നോട്ട് ഗ്യാരണ്ടി, 100% നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ ജനറൽ ക്ലോസ് ആക്ടിലും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിലും നമുക്ക് 100% നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് നമുക്ക് സി പാർട്ടിലേക്ക് വരുമ്പം preliminary, the next incorporation of the company, the prospectus. So these chapters will cover minimum 50 marks. So the most of the students spend the more time in prospectus chapters. Okay. So prospectus chapters കൂടുതലായിട്ട് എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. സോ ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. കാരണം പ്രോസ്പെക്ടസ് നമുക്ക് 100% നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് പിന്നെ വലിയൊരു നിങ്ങൾ ഓൾറെഡി എയും പിയും പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി പാർട്ടിൽ നിങ്ങൾ ഈ പ്രോസ്പെക്ടേഴ്സ് ഒക്കെ നോക്കിയാൽ മതി. സോ ഈ ഒരു ആദ്യം എ തീർക്കുക, ബി തീർക്കുക, സി തീർക്കുക. ദെൻ സോ എബൌട്ട് പ്രിലിമിനറി ചാപ്റ്റർ. സോ നമുക്ക് കുറച്ച് കമ്പനീസ് ഉണ്ട്, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സ്മോൾ കമ്പനി, അങ്ങനെ പറഞ്ഞ് ചില ടേംസ് കാര്യങ്ങളുണ്ട്, ചില കമ്പനീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ആൻഡ് സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ടിപ്സ് ആണ് പറയുന്നത്. സോ റിവൈസ് ഇൻ ഓർഡർ ഓഫ് ABC അനാലിസിസ്. ABC അനാലിസിസ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ ABC അനാലിസിസ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. സോ ഫസ്റ്റ് A തീർക്കുക, ദെൻ B തീർക്കുക, ദെൻ C തീർക്കുക. ഓക്കെ. സോ കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്നവരാണെങ്കിൽ നമുക്ക് ലോ മാത്രമല്ല നമുക്കുള്ളത്. സോ നമുക്ക് വലിയൊരു ടാക്സ് തന്നെ നമുക്ക് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വലിയൊരു അഡ്വാൻസ് അക്കൗണ്ട്സും നമുക്കുണ്ട്. സോ ആ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ABC അനാലിസിസ് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് മെയിൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ മിസ് ഔട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദി ICMT എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. ദെൻ കോട്ട് സെക്ഷൻ നമ്പർ ഓൺലി ഇഫ് കോൺഫിഡൻറ്റ്. സോ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്താൽ മതി. സോ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്തതിൽ മാർക്ക് കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാർക്ക് കുറയൂല. ഓക്കെ, മാർക്ക് കുറയില്ല. പക്ഷേ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്തതിനാൽ ഇറ്റ്സ് ഷോ യുവർ ആൻസർ ക്വാളിറ്റി ടു എക്സാമിനർ. ഓക്കെ, സോ നമുക്കത് എക്സാമിനറിന് കാണുമ്പോൾ തന്നെ ആ ഒരു ആൻസറിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പ്രിലിം പേപ്പർ. ഓൾറെഡി ഞാൻ സ്ട്രാറ്റജി ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പ്രിലിം പേപ്പർ, അതായത് ഒരു പേപ്പർ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സോൾവ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ എക്സാമിൽ ഇരിക്കുന്ന പോലെ തന്നെ 3 hours വെച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. ദെൻ ട്രൈ ടു സ്കോർ മാക്സിമം ഇൻ MCQ. സോ MCQയിൽ എന്ത് ചെയ്യാം, മാക്സിമം സ്കോർ ചെയ്യാം. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി നമുക്ക് MCQ ഓഫ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ്, നമുക്ക് പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ നമുക്ക് MCQ നല്ല ടൈം എടുക്കും. ഇറ്റ്സ് ടേക്ക് ടൈം. ബട്ട് നമുക്ക് ലോൻ്റെ കേസിൽ ഇറ്റ്സ് അബൌട്ട് ലോ, ഇറ്റ്സ് നോട്ട് ടേക്ക് എ ടൈം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്ച്വലി ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ MCQയിൽ മാക്സിമം എന്താ ചെയ്യാം, സ്കോർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സാം സ്ട്രാറ്റജി ഓഫ് ലോ പേപ്പർ, ആൻഡ് താങ്ക് യു.